ആലുവയിൽ മാധ്യമപ്രവർത്തകയുടെ വീടിന് നേരെ ഗുണ്ടാക്രമണം. കലാകൗമുദി ലേഖികയും മഹിളാ കോൺഗ്രസ് നേതാവുമായ ജിഷ ബാബുവിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വീടിന്റെ വാതിലുകളും ജനലുകളും ഇരുചക്ര വാഹനങ്ങളും ഗുണ്ടാ സംഘങ്ങൾ തകർത്തിട്ടുണ്ട്. സംഭവത്തിൽ 5 പേരെ ആലുവ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലുവയിൽ ഗുണ്ടാസംഘം ആയുധങ്ങളുമായെത്തിയാണ് വീട് തല്ലി തകർത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആലുവ മാധവപുരം കോളനി സ്വദേശികളായ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ, ജ്യോതിഷ്, രാജേഷ്, മെൽവിൻ, രഞ്ജിത്ത് എന്നിവരാണ് ആലുവ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. തായ്ക്കാട്ടുകര ശ്രീനാരായണപുരം കാട്ടൂപ്പറമ്പിലെ ജിഷയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു ആദ്യാക്രമണമുണ്ടായത്. ജിഷയുടെ ഭർത്താവ് ബാബു വിദേശത്താണ്. ജിഷയും ഇളയ മകൻ വിപിനും പുറത്തുപോയിരിക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന മൂത്ത മകൻ ജിതിൻ മുകളിലെ നിലയിൽ വാതിൽ പൂട്ടിയിരുന്നതിനാലാണ് ആക്രമണത്തിന് ഇരയാകാതിരുന്നത്. ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി നേതാക്കളും ആക്രമിക്കപ്പെട്ട ജിഷയുടെ വീട് സന്ദർശിക്കാനായി എത്തിയിരുന്നു. ആദ്യം സ്വാഭാവികമായിട്ട് അക്രമം പെട്ടെന്നുണ്ടായ സംഭവം നമുക്ക് അങ്ങനെ വിലയിരുത്താം. പക്ഷെ രണ്ടാമത് പോലീസ് അറിഞ്ഞിട്ട് പോലീസിന്റെ പെട്രോളിംഗ് ഒന്നും ഉണ്ടാവാത്തതുകൊണ്ടും പോലീസിന്റെ ശക്തമായ ഇടപെടലില്ലാത്തതുകൊണ്ടാണ് ഈ വീട് വീണ്ടും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് പോലീസിന്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വിഷയമാണ്. ഞാൻ രാത്രി തന്നെ SP-നെ വിളിച്ച് എൻ്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. കാരണം ഒരു ഒഫൻസ് ഉണ്ടാകുമ്പോൾ അവിടെ പോലീസ് പോയും ആ പ്രദേശത്ത് പ്രതികളെ അന്വേഷിച്ചെടുക്കാനോ അല്ലെങ്കിൽ പ്രദേശത്ത് പിടിക്കാനുള്ള സാഹചര്യം പോലീസ് ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ പോലീസ് അതുണ്ടാക്കിയില്ല. അത് പോലീസിന്റെ ഗുരുതരമായ വീഴ്ചയാണ്. കഴിഞ്ഞ മാസം 27-ന് രാത്രി ബാബുവിന്റെ ജ്യേഷ്ഠൻ ജയനെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പട്ടേരിപ്പുറം സ്വദേശി രാഹുൽ അകാരണമായി മർദ്ദിച്ചിരുന്നു. ജയന്റെ കരച്ചിൽ കേട്ട് ബാബുവിന്റെ മക്കൾ ഉൾപ്പെടെയുള്ള അയൽവാസികൾ ഓടിയെത്തി പ്രതിയെ ബലം പ്രയോഗിച്ച് പിടിച്ചുമാറ്റി. തുടർന്ന് ജയൻ ആലുവ പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതിക്കെതിരെ നടപടിയെടുത്തിരുന്നില്ല. വാദിയെയും പ്രതിയെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് ശ്രമിച്ചത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണം. ഇത്രയും ഒരു ഗുണ്ടാ വിളയാട്ടം നടത്താൻ ഈ സംസ്ഥാനത്ത് പട്ടാപ്പകൽ പോലും സാധിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എത്ര വഷളായിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ്. ആർക്കും എന്തുമാകാം എന്നുള്ള തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ വിലസൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് രാഷ്ട്രീയമോ മറ്റു മതമോ ഒന്നുമില്ല. പക്ഷെ ഇത് ചില ഗുണ്ടകൾ ഈ ഡ്രഗ്സൊക്കെ അടിച്ച് അവരുടെ വിവേകം നഷ്ടപ്പെട്ടതുപോലെയുള്ള ചെയ്തികളാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ത്രീയോട് ഒരു ആളും അക്രമം കാണിക്കാൻ പാടില്ല. പക്ഷെ പോലീസിൻ്റെ നടപടി ശക്തമായാൽ മാത്രമേ ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനായിട്ട് സാധ്യതയുള്ളൂ. എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. ആദ്യാക്രമണം നടക്കുമ്പോൾ മുകളിലെ നിലയിൽ അടച്ചിട്ട മുറിയിലായിരുന്ന ജിതിൻ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ജിതിനോട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടു മടങ്ങി. സ്റ്റേഷനിലെത്തി മൊഴി നൽകുന്നതിനിടെയാണ് ഇതേ സംഘം വീണ്ടും ആക്രമിക്കാനെത്തി. വീട്ടുമുറ്റത്തിരുന്ന 4 ഇരുചക്ര വാഹനങ്ങളും തകർത്തിട്ടുണ്ട്. മുൻവശത്തെ വാതിലും തകർത്ത് അകത്ത് കടന്ന പ്രതികൾ കിടപ്പുമുറിയിലെ മേശയിൽ നിന്നും 1.25 ലക്ഷത്തോളം രൂപയും സ്വർണ്ണാഭരണങ്ങളും കവർന്നതായി ജിഷ ബാബു പറയുന്നു. വീടിന് ചുറ്റുമാണ് ഈ കംപ്ലീറ്റ് ഈ ജനലുകളും വാതിലുകളും ഇവർ വാക്കത്തിക്കും കമ്പിപ്പാര, കല്ല് ഇതൊക്കെ വെച്ചിട്ടാണ് ഇത്രയും ഇതേപോലെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ വീടിന് ചുറ്റും നടന്നാൽ അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. കാരണം അതുപോലെയാണ് തകർത്ത് ഇത് ചെയ്തേക്കണം. പിന്നെ അത് മാത്രമല്ല, എൻ്റെ 2 മക്കൾക്ക് ജീവന് ഭീഷണിയാണ് ഇപ്പോൾ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാരണം 2 പിള്ളേരും യാതൊരു പ്രശ്നത്തിനും ഇല്ല. ഈ ഒരു സംഭവത്തിൽ ഒരു വിഷയത്തിലില്ലാത്ത പിള്ളേരാണ്. പക്ഷേ ഇന്ന് നമുക്ക് പിള്ളേരെ പുറത്ത് നിന്നിട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരിൽ പല ആളുകളും. കാരണം എൻ്റെ മക്കൾക്ക് ജീവനും ഭീഷണി തന്നെ ഉണ്ടെന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള പോലീസിന്റെ അലംഭാവമാണ് അക്രമികളുടെ ഇത്തരം അഴിഞ്ഞാട്ടത്തിന് വഴിയൊരുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഒരു പ്രാവശ്യം ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് രണ്ടാമത് അത് വീണ്ടും ആവർത്തിക്കുക. പോലീസ് വരിക, പോലീസ് അപ്പം അന്വേഷിക്കണ്ടേ, പോലീസ് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ, ഇതാരാണ് ചെയ്തതെന്ന് അവരുടെ വീടുകളിൽ ഒന്ന് പരതണ്ടേ. അതിന് പകരം ഈ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് ആള് രാത്രി വീട്ടിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, അയാൾ അവിടെ 1 മണിക്കൂറോളം കാത്തിരിക്കുക മൊഴി കൊടുക്കുന്നതിന് വേണ്ടി. ആ സമയത്ത് ഇവിടെ വന്നിട്ട് വീണ്ടും അതേ ഗുണ്ടകൾ ഒന്നുകൂടി ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തുക. പിന്നെ എന്തിനാ പോലീസ്? മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പോലീസിന് ഉത്തരവാദിത്വമുണ്ട്.
ദൗർഭാഗ്യകരമാണ്. കഴിഞ്ഞ ആഴ്ചയുണ്ടായ മർദ്ദനത്തിൽ പ്രതികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് തുടർ ആക്രമണത്തിന് കാരണമെന്നാണ് വീട് സന്ദർശിക്കാനെത്തിയ നേതാക്കളുടെ ആരോപണം. ഇത് ഒരിക്കലും ഈ ഒരു അക്രമത്തെ ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അക്രമമാണ് നമ്മുടെ വീട്ടിൽ നടന്നിരിക്കുന്നത്. വീട് ഫുള്ള് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ ജനലുകൾ അടക്കം മുഴുവനും നശിപ്പിച്ചിട്ടേക്കണം. ഈ ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇവർക്ക് നിയമ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ താമസിക്കാനുള്ള സുരക്ഷ പോലീസ് ഉറപ്പുവരുത്തണമെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവമാണ് അരങ്ങേറിയിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇത്തരം സാഹചര്യത്തിലേക്ക് എത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടിയെടുക്കാനായിട്ട് ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ DGPയും തയ്യാറാകണമെന്നാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ. Nakshatra Gold and Diamonds. Online delivery available all across India.